സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. വിവിധയിടങ്ങളിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ പലയിടത്തും തോരാതെ പെയ്യുന്ന സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ചില ഭാഗങ്ങളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. ഏതായാലും മഴക്കെടുതിയെ നേരിടാനുള്ള ജാഗ്രതയോടെയാണ് സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 3 ജില്ലകളിൽ ഈ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്, 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ഒഴികെയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 6 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സുലേഖയാണ് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത്. മഴയുടെ വിവരങ്ങളുമായി നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ മഴ എങ്ങനെയാണ് പെയ്യുന്നതെന്ന്. സുലേഖ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സുലേഖ, മഴയുടെ ഒരു സാഹചര്യം എന്താണ്? 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്, ഒപ്പം തന്നെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്യുക തന്നെയായിരുന്നു, തോരാതെ പെയ്യുകയായിരുന്നു പലയിടങ്ങളിലും. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? തീർച്ചയായും മനു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിതീവ്ര മഴ അത് സംസ്ഥാനത്ത് തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് സംസ്ഥാനത്തുടനീളം ലഭിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം രാത്രിയിലടക്കം നിർത്താതെ പെയ്യുന്നൊരു മഴ സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടായത്. തിരുവനന്തപുരം അടക്കമുള്ള നഗരപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ നിർത്താതെയുള്ള മഴ, മണിക്കൂറുകളോളം നിർത്താതെയുള്ള മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. ഇത് വലിയ രീതിയിലുള്ളൊരു വേനൽ മഴയാണ് സംസ്ഥാനത്ത് നൽകിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ മെയ് മാസം വേനൽ മഴയിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവുണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് മെയ് മാസത്തിൽ ലഭിക്കേണ്ട വേനൽ മഴയേക്കാൾ കൂടുതൽ വേനൽ മഴ ഇപ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. അത് ഇടുക്കി, കോട്ടയം ഒഴികെയുള്ള ജില്ലകളിൽ, മറ്റെല്ലാ ജില്ലകളിലും, അതായത് ഇടുക്കി, കോട്ടയം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ലഭിക്കേണ്ടതിൽ കൂടുതൽ മഴ ഈ വേനൽക്കാലത്ത്, അതായത് മെയ് മാസത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒരു ജില്ലയിലും റെഡ് അലേർട്ടില്ല. അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഇന്ന് പ്രത്യേകിച്ച് ഒരു ജില്ലയിലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ മുന്നറിയിപ്പ് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്, സംസ്ഥാനത്ത് നിന്ന് തീവ്ര മഴ അത് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ 10 മണിയോടുകൂടി പുതുക്കിയ അലേർട്ട്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ അലേർട്ട് 10 മണിയോടുകൂടി വരും. ആ സമയത്ത് ഏതെങ്കിലും ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുമോ എന്നുള്ളത്, റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തായാലും നിലവിലെ അലേർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഒരു ജില്ലയിലും റെഡ് അലേർട്ട്, അതിതീവ്ര മഴ തുടരുന്നില്ല എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടും ഒപ്പം യെല്ലോ അലേർട്ടും തുടരുന്നുണ്ട്. ഇന്ന് ഓറഞ്ച് അലേർട്ട് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് കൂടി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മഴ സാഹചര്യം എന്ന് പറയുന്ന സമയത്ത് മധ്യ കേരളത്തിലും ഒപ്പം വടക്കൻ കേരളത്തിലും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇന്നത്തെ ഈ അലേർട്ട് പ്രകാരം, ഇന്ന് നിലവിലുള്ള അലേർട്ട് പ്രകാരം അത് ആ ഒരു സാഹചര്യം മാറി മധ്യ കേരളത്തിലേക്ക് മഴ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മഴ ഉണ്ടാകുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അറബിക്കടലിനും ലക്ഷദ്വീപിനും ഇടയിൽ രൂപപ്പെട്ട ഒരു ചക്രവാത ചുഴിയാണ്. ആ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തിൽ ഇത്തരത്തിൽ മഴ ശക്തിപ്പെടാനുള്ള ഒരു സാഹചര്യമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം, റിമാല എന്ന് പറയുന്ന ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടി കേരളത്തിൽ മഴ ശക്തമാകുന്നതിന് കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എന്നിരുന്നാലും സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ ഇല്ല. അതിതീവ്രമായ ഒരു മഴ ഇന്ന് സംസ്ഥാനത്ത് ഇല്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പറയുന്ന അലേർട്ട് പ്രകാരം നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും അതിശക്തമായ മഴയും ശക്തമായ മഴയും സംസ്ഥാനത്ത് തുടരുമെന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ മഴ തുടരുന്നൊരു സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം മഴക്കെടുതികൾ തുടരുന്നൊരു സാഹചര്യമാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയും അത്
പറയുന്നുണ്ട്. കാരണം 6 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് ഇതുവരെയായി തുറന്നിട്ടുള്ളത്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മഴക്കെടുതികൾ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. മരം വീഴുന്ന ഒരു സാഹചര്യം, വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന, വെള്ളം പൊങ്ങുന്ന തോടുകളിലും മറ്റും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ തന്നെയും ഈ ഒരു സാഹചര്യത്തിൽ ഈ മഴക്കെടുതി അതിനെ നേരിടാനുള്ള ഒരു സന്നദ്ധത എല്ലാവരും സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനൊപ്പം തന്നെ മഴക്കെടുതിയെ നേരിടാനുള്ള ഒരു സജ്ജീകരണം കൂടി എല്ലാവരും സ്വീകരിക്കണമെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്നിരുന്നാലും സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയില്ല. ഒപ്പം മറ്റ് യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും സംസ്ഥാനത്ത് തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ തെക്കൻ തമിഴ്നാട് തീരത്തും ഒപ്പം കേരള തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സ്യബന്ധനത്തിന് പോകരുത്, കടലിൽ പോകരുത് എന്നാണ് മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും കടലാക്രമണ സാധ്യതയും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടലോരവാസികൾക്കും ഒപ്പം മലയോര പ്രദേശത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര പ്രദേശത്തേക്കുള്ള രാത്രിയാത്രകൾ അത് ഒഴിവാക്കണമെന്നുകൂടി ഈ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനൊപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിലക്കും തുടരുകയാണ്. മനു.